ചാലി ഇത് എവിടെ കിടന്ന് ഇങ്ങനെ ചാടിക്കണ്ട് ചാലി 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 ഇവിടെ ചിമ്പുക്കുട്ട ചാച്ചിന്റെ മോളിൽ നിന്ന് വെച്ച് ചീമ്പ് 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 പോയാട്ടാ ടിമ്പ് ചീമ്പ് എന്തൊരു വന്നേ കുഞ്ചാൽ ഗുഡ് മോർണിംഗ് കുഞ്ഞോൾ കുഞ്ഞോൾ വന്ന് കുഞ്ഞോൾ ചാർലിനെ കൊണ്ടുപോകാൻ കുഞ്ഞോൾ വന്നേ ഗായ്സ് അപ്പോൾ നമ്മളെ കണ്ണാപ്പിനെ ഞങ്ങൾ മീറ്റ് ചെയ്തു വിച്ച് ഉറങ്ങാനുണ്ടാ ഞാൻ എഴുന്നേറ്റ് വേഗം വന്നതാണ് അപ്പോൾ അതേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയിപ്പോൾ കണ്ണാപ്പിനെ പരിചയപ്പെടുത്തി എൻ്റെ ചങ്ക് ചങ്ക് രാജാട്ടിനുറങ്ങ ഞങ്ങൾ വേഗം 11:30 പറയും അതല്ലേ ഇല്ല ഞങ്ങള് അവിടെ നിന്ന് വരുമ്പോഴേ ഭയങ്കര ട്രാഫിക് ആയിരുന്നു എന്തോരം സമയം കഴിഞ്ഞിട്ട് തമിഴ്നാട് തന്നെ വിട്ടെന്നറിയോ ശരി 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 ചാലി മുമ്പോച്ചാണ് ചാലി ചാലി അപ്പനെ കണ്ട സന്തോഷം അവര് പൊന്നെ ടാറ്റ കൊണ്ടുപോറ്റ ചുണ്ടിരി പേനിന് തക്കട്ട് മുച്ചിന് ഉമ്പൂച്ചടി കല്ലിപ്പന്നെ പാപ്പനെ കണ്ട ചുണ്ടരി പേന്നെ അമ്മര് പൊന്നെ ചാലി ഓ ചാലി പൊറ്റി ചീപ അന്ന് ഈ വഴിക്കുണ്ടോ ചുറ്റുമണിയേ ദാരത് കീക്കീം ഒച്ചേ വേണ്ട തൊടണ്ട അമ്മച്ചിയുടെ ചെടി രണ്ടാത് ചീമ്പ ടിമ്മനെ ഇവിടെ കെട്ടിട്ട് ടിമ്മനെ സാർ ഗുഡ് മോർണിംഗ് സാർ എന്റെ ഒപ്പം വളഞ്ഞ് അതല്ല മസൽമാന്റെ അപ്പു നമ്മുടെ നാളികാര ചരികയാണ് കേട്ടാ മറ്റേ മാർക്കോ വരുന്നുണ്ട് മാർക്കോ നടന്നു വരുന്ന സീനില് ബാക്ക് കാണിക്കില്ലേ ഫ്രണ്ട് ഇങ്ങനെ വിരിച്ചിട്ട് നടന്നു വരുന്നത് അതേപോലെ വിരിച്ച് ആ നാളികാരന്ന് ചരിക അസ്ഥി കൂട്ടി പിടിക്കോ
എന്ത് ഡാൻസ്, മസിൽ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാ, അസ്ഥി ഡാൻസ്. അപ്പൊ ഞാൻ പോർക്കൊക്കെ കഴുകി, ഇനി പറ്റ കഴിച്ചിട്ടില്ല, പറ്റ കഴിക്കണം. മമ്മി കൊണ്ടുപോകാനായിട്ട് കാള വറുത്തതും അപ്പൂന്റെ എവർഗ്രീൻ ഫേവറേറ്റ് മമ്മിയുടെ അത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടുപോകാനായിട്ട്. പുട്ട് പരിപാടിയാണ്. കാരണം നമ്മുടെ വീട്ടില് ഉണ്ടായ പഴം ഇവിടെ നിറഞ്ഞൊഴുകിയിരിക്കുന്നുണ്ട്. രാവിലെ എടുക്കാന്ന് വെച്ചു. ഇനി കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ചായ വെക്കുന്ന നീച്ച മതി മതി. നോക്കി നിൽക്കുന്ന പൊന്നു, തള്ളി മറിക്കുന്ന അപ്പു, എല്ലാം പഠിപ്പിക്കുന്ന പപ്പ. അതൊക്കെ പണ്ടേ പഠിപ്പിച്ചതാ. എന്തുട്ട് പാപ്പ? കൊടുക്ക കൊടുക്ക കൊടുക്കാങ്ങട്. സിംപുന് ആവശ്യമില്ല ഒന്നും, ചാർലിന് തന്നു. കേക്ക് കേക്ക് വെച്ചോ, അടിച്ച കേക്ക് വെച്ചാണ്, അടിച്ച കേക്ക് വെച്ചാണ് അല്ലേ? ഗുഡ് ബോയ്. പൊന്നോ രാവിലെ പുട്ട് നിജ ചാർലിനെ രാവിലെ വിചാരിച്ചു ചാർലിയുടെ കയ്യിൽ കൊടുക്കുന്നത്, വായിൽ കൊടുക്കുന്നത്. അല്ലല്ല മറ്റേ മുതലിനടുത്ത് എന്തറി നിജ ഞാൻ കണ്ടിട്ട് ചോദിച്ചത്. രണ്ടാമട്ടോ ചോദിച്ചു. അവൻ ഇങ്ങനെയത് പക്ഷെ ചോദിക്കണം, പരിഗണിക്കണം അവനെ. പരിഗണിച്ചില്ല നീ ആദ്യത്തെ കുട്ടീന്നാ ചോദ്യം. അതെ, ഞാൻ കറക്റ്റ് കറക്റ്റ് ചോദിച്ചത് കൊടുത്തൂല കൊടുത്തു എനിക്ക്. ആരത്? ആരാ? ആര്? ആ അല്ലേ, ഇത് നോക്കിക്കോ, ഇതിനേക്കാളും പരിതാപകരമായിരിക്കും ഇനിയുള്ള 3 മാസം കഴിയുമ്പോ. അതെ, പോവാൻ പറ്റോന്ന് അറിയില്ല, പോവാൻ പറ്റോന്ന് അറിയില്ല. മസിലൊക്കെ ഇതിങ്ങനെ പൊന്തുന്ന പറയണ അപ്പു, എന്താല്ലേ? അപ്പോഴും ബലം പിടിക്കാണ്ട, അവ ബലം പിടിക്കലാണ് നമ്മുടെ അടുത്ത്. വലുതാവണമെന്ന് അറിയുന്നില്ലെന്നുണ്ട്. ഞാൻ മുണ്ട് പറിക്കണ നീ എല്ലാം കൂടിട്ട് അറ്റാക്കിങ്. എടാ ഇവര് രണ്ടാളും സെറ്റാണ്. അവനുള്ളിലെ സങ്കടം എന്റെ കാര്യത്തിലാണ്. പക്ഷെ അവൻ പറയാണ്ട് എനിക്കറിയാം മോനെ. ടീച്ചറും സ്കൂളിലെ ടീച്ചർമാരെ വിളിച്ച് എന്നെ
കുറ്റാമ്പി അമ്മയുടെ പൊന്നിന് മാമു കുറ്റിട്ട് മിമി കുറ്റിട്ട് ചിമ്പു കുറ്റാന് ആ ആ ആ ആ ആ ആ ആ ആ ചാലേ ആ ആ ആ മറ്റേ സാധനം രാവിൻ പൂൻ തേൻ പൂങ്കാറ്റ് സാധനം പാട്ട് ഇതിനകത്തിടാം മറ്റേ പിച്ചക്ക പൂങ്ങാവുക ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബീഫ് അല്ല ഇതിന് പോർക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചൂടാക്കണം മീൻ മറക്കണം അതിലൊന്നും ചൂടാക്കണം വേണ്ടാതെ അപ്പൊ ഇത് കളഞ്ഞോ പോർക്ക് കൂർക്കിട്ട് വെക്കാനാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് വേണ്ട അതെ വീണു. അപ്പൊ ഗായ്സ് നമ്മുടെ ചിക്കൻ പൊന്നൂന്റെ ചിക്കൻ ഫ്രൈ, വിച്ചുന്റെ പോർക്ക്, പൊന്നൂന്റെ ചിക്കൻ ഫ്രൈ. നമുക്ക് കൊണ്ടുപോകാനുള്ളത് അപ്പ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോർക്ക് സെപ്പറേറ്റ് വേറെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വെറുതെ ജസ്റ്റ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വെച്ചാൽ മതി. അതെ, മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകാൻ ഞങ്ങക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞതാണ്. ഇന്നലെ നേരെ ഇവിടെ ഇരിക്കാൻ മര്യാദക്ക് പറ്റിയില്ല. ഇന്നലെ കാലത്ത് നേരത്തെ വന്നു, കാലത്ത് തന്നെ എനിക്ക് നേരെ കോയമ്പത്തൂര് പോയി. കോയമ്പത്തൂര് പോയി 2 മിനിറ്റ് കിടന്നുമ്പോഴേക്കും കാലത്ത് എനിക്ക് പോയി. പിന്നെ പുലർച്ചയ്ക്ക് വന്നേ. അപ്പൂനെ ഉറക്കം വന്നിട്ടില്ല, അപ്പൂ ഇറങ്ങിട്ടില്ല. അതെ, അപ്പൊ നീ എന്തിട്ടാ ഇവര് രണ്ടാളാണ് ഈ ചിക്കന്റെ കാര്യം നോക്കിയിരുന്നത്. കാലത്തൊട്ട് ഈ ചിക്കൻ ഇതുവരായിട്ടില്ല. ഇവിടെ നിനക്ക് കഴിക്കാനുള്ള വിഷു വറുത്തത് എവിടെയാണ്? പിന്നെ അങ്ങക്ക് കൊണ്ടുപോവാൻ പിന്നെ അങ്ങക്ക് കൊണ്ടുപോവാൻ അടച്ചിട്ട് അപ്പൊ വഴിയിൽ പോകും. ഇതില് അയ്യോ ഇതില് ബീഫ് കൊടുത്തിട്ടുണ്ട്. മമ്മി മറന്നു പോയി, മമ്മി മറന്നു കഴിഞ്ഞു. ചൂടാക്കത് എപ്പ വന്നാലും മമ്മി പെരുന്നാൾക്ക് വന്നിട്ട് പോലും മമ്മിനെ കിട്ടണില്ലേ? മമ്മി ഒന്നല്ലെങ്കിൽ പള്ളിയില്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, ഞായറാഴ്ച ജോലി സ്ഥലത്ത്. ഞങ്ങളന്ന് വന്ന ദിവസം മമ്മി പായസം വെച്ചിരുന്നത് പുലർച്ചെ. മുളക് നീർത്ത മാങ്ങ എനിക്ക് നമ്മുടെ വീട്ടിലെ മാങ്ങ വെള്ളം വരുന്നുണ്ട്, വേണേ എടുത്തോ, വേണേ എടുത്തോ. എനിക്ക് വേണ്ട, നോക്ക് വെള്ളം വരുന്ന മാത്രമല്ല എനിക്ക് വേണ്ട. ഞാനോണ്ടോട്ട് വേണോ? സബാഷ് ബേട്ടാ. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മുടെ പോർക്ക് വെക്കണട്ടാ. പിന്നെ നമ്മുടെ ചിക്കൻ ഇവരുടെ ചിക്കൻ പൊരിച്ചു. ഇത് പൊരിക്കല് മാത്രമല്ല, കാണാനില്ല, ഔട്ട് വരുന്ന കാണാനില്ല. ഔട്ട് രണ്ടൊക്കെ പറഞ്ഞോളൂ, ബാക്കിയുള്ളൊക്കെ തന്നെ ഔട്ട് വരണൊക്കെ ഇവര് കഴിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ ചിക്കൻ കൊണ്ടിട്ട് ഇങ്ങനെ പൊരിച്ചിങ്ങനെ വെക്കുന്നത് എടുത്ത് കഴിച്ചെന്നാണ് പറയും. മോളിടല്ലേ ഇങ്ങനെ എത്ര വീട്ടില് ചെയ്യണ്ടാവും അറിയില്ല. ഞങ്ങൾ കറിക്ക് വേറെ ചിക്കനൊക്കെ മേടിക്കും, ബീഫ് പോർക്ക് മീനൊക്കെ. പെരുന്നാളാണെങ്കിലും സാധാരണ ഒക്കെ ആണെങ്കിലും വറുത്തോടും നമ്മളോട് എടുത്ത് നോക്കാൻ പറയും. ഇന്ന് ഞാൻ നല്ല വെറൈറ്റി വേണം, അതെ, സഹായിക്കാം.
ഞാൻ ആദ്യമായിട്ട് ആത്മാർത്ഥ അടുക്കളയിലാണെന്ന് വിചാരിച്ചു. അപ്പൊ എന്താ വെച്ചാൽ തിന്ന് തീർക്കൽ മാത്രമല്ലോ. എന്നാ ഒട്ട് വരുന്നില്ല, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ അതിന്റെ ഇടയിൽ ആദ്യക്ക് മാമോട് പിന്നെ അവിടെ പപ്പതി അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ രാജേട്ടൻ അപ്പൂസിനെ ഫ്യൂച്ചറിലേക്ക് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴേക്കുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. രാജേഷ് ഇവിടെ മാമ തിന്നോണ്ടിരിക്കുകയാണ്. അയാള് നല്ല മേട്ടം മേടനാണ്. അപ്പൊ അയാള് ട്യൂഷൻ ക്ലാസ്സിൽ സീറ്റ് ഉറപ്പിക്കുന്ന സമയത്ത് അയാള് പറഞ്ഞു, അതെ ഞാൻ പാരന്റ്സിനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ തല്ലും കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ നല്ല അടിക്കും. അപ്പൊ പാരന്റ്സിനെ വിളിച്ചിട്ട് സമ്മതിച്ചിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എടുക്കുള്ളൂ, അല്ലെങ്കിൽ എടുക്കില്ല. ലിമിറ്റ് സീറ്റ് ഉള്ളു. അല്ല പേപ്പൻ മാമോട് പറഞ്ഞിരുന്നു എന്നെ വിളിക്കാൻ കണ്ടോ എന്തെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലെ മാഷ് പറഞ്ഞു ഞാൻ പാരന്റ്സിനേക്ക് വിളിച്ചിട്ട് സീറ്റ് കൊടുക്കുള്ളൂ. അപ്പൊ കാരണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല അടി അടിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഒരടിക്ക് പറഞ്ഞു 2 അടി കൊടുത്തോട്ടെ. അതെ, ആ അടി ഇപ്പൊ പഴയ പോലെ 2 10 16 വാങ്ങിക്കോ. അല്ല കുഞ്ഞോളും നിനക്കും ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോ. ഞാൻ വന്നതല്ല. അതെ, എന്നാലും കുഴപ്പമില്ല. ടീച്ചർ മാമ ഇവിടെ ഒരാള് വീഡിയോ അതിന്റെ പിന്നാലെ മാമുകച്ചനെ അടിച്ച് മാമുകച്ചനെ ചിക്കൻ കൂട്ടിട്ട്. ഗൈസ് ഇവിടെ മാങ്ങ പൊട്ടിക്കാനുള്ള പരാക്രമത്തിലാണ് പേപ്പനും അപ്പയും ഞാനും. ഇത് എന്നെക്കാളും നീളം കൂടി ഒരു തോട്ടി ചാർലി തോട്ടി തോട്ടിനുണ്ട് ഒരുപാടുണ്ട്. ആദ്യത്തെ 3 മാങ്ങ ഒറ്റ ഷോട്ടിൽ പേപ്പന്റെ വണ്ടി മേക്കി ഇടിക്കാണ്ട് നോക്കിക്കോളൂ. ഓക്കെ 3, 2, 1. ഇല്ല അയ്യോടാ 2 വാങ്ങിയുള്ള അതാണ് കുഴപ്പമില്ല. ഒരെണ്ണം പേപ്പനെ നോക്കി ചിരിക്കുന്നു, അത് പേപ്പൻ മുറിച്ച് കളയുന്നു. 4 പടയെന്നാണ് പേപ്പൻ മാങ്ങ പൊട്ടിക്കണ മാങ്ങ. അത് ഞാൻ കണ്ടു എവിടെയാന്ന്. അയ്യോ കമോൺ പപ്പ. യെസ് ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അവിടെ നേരെ പോ. ഈശ്വര എന്നെ കൊന്നേനെ പോ. എണ്ണണം 1 2 3 4 5 6 7 ഏഴെണ്ണം കിട്ടി. പോരെ. ഇപ്പോൾ ഉപ്പും മുളകിട്ട് കുറച്ച് കഴിക്കാം. വേണമെങ്കിൽ 2 വെറുതെ തിന്നാം. ഈശ്വര ഗൈസ് നല്ല മാമ്പഴം ശുദ്ധമായ മാമ്പഴം. ഫോക്കസ് കിട്ടുന്നുണ്ട്. കിട്ടി. നാസല്ലേ അപ്പൊ ശരിയാവും. നമ്മളെ പോർക്ക് ചിക്കൻ ഫ്രൈ സെറ്റായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ട് 2-3 കിലോ ഉണ്ടാകും. ഇവര് തിന്ന് തീർത്തു. ഞങ്ങൾക്ക് കൊണ്ടുപോകാനാണ് ഇവിടെ ഉപയോഗിക്കാനായിട്ടുള്ള സാമ്പാറുണ്ട്. ഇവിടെ ഉപയോഗിക്കാം. നമുക്ക് കൊണ്ടുപോകാനുള്ള ബീഫ് സെറ്റാക്കാം.
അല്ല പോർക്ക് ഞാൻ മറന്നുപോയി. ചേട്ടൻ അമ്മൂന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ലഡുവാണ് കേട്ടോ. എല്ലാവരും കഴിച്ചിങ്ങനെ പകുതി പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. ചേട്ടൻ ലഡു, കൊക്കുവട, പിന്നെ എന്നിട്ടടി മിച്ചറൊക്കെ ഹാൻഡ് മെയ്ഡ്, പിന്നെ മുറുക്ക് ഇതൊക്കെ ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് സാധനം തന്നു. ടേസ്റ്റ് ആയിട്ട് മുറുക്ക് ഇത് ചേട്ടൻ ഉണ്ടാക്കിയതല്ലേ. ഞങ്ങൾ വണ്ടിയിലിരുന്ന് കഴിച്ചിട്ടുണ്ട്, ബാക്കി വെച്ചതായി. ചുറ്റുമണിയെ ചുറ്റുമണി വീഡിയോ എഡിറ്റ് ചെയ്യാം. ചുറ്റുമണിയെ വീഡിയോ എഡിറ്റ്. ആ വേഗം എന്താ കൊടുത്തു ഞാൻ. മോരിക്കറി മോരെടുത്താ